ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മട്ടുപ്പാവിലെ കോളിഫ്ലവർ കൃഷിയുടെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. ഏകദേശം കോളിഫ്ലവേഴ്സൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ വിളവെടുക്കുന്ന വീഡിയോ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാവേ. സാധാരണയായി കോളിഫ്ലവർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നടുന്നത്, തണുപ്പുള്ള സമയത്ത്. നമുക്ക് ഏകദേശം 2-2.5 മാസം എടുത്തു കേട്ടോ ഇതൊന്ന് വിളവെടുക്കാറായി വരാനായിട്ട്. ഞങ്ങളുടെ അമ്മ കോളിഫ്ലവർ കൃഷിയിൽ മെയിനായിട്ട് ഉപയോഗിച്ചത് ഉള്ളിത്തൊലിയും വെളുത്തുള്ളിത്തൊലിയും മുട്ടത്തോടുമാണ് കേട്ടോ. ചാണകപ്പൊടി ചേർത്ത മണ്ണിലോട്ടാണ് നമ്മൾ ആദ്യം കോളിഫ്ലവറിൻ്റെ തൈ വെച്ച് കൊടുത്തത്. ചെടി വളർന്ന് കുറച്ച് വലുതാകുമ്പോൾ, അതായത് ഇലകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിലോട്ട് മണ്ണ് പിന്നെയും ഇട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പൂ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളത് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പൂ വേഗം വളരാനായിട്ട് സഹായിക്കും അത്. രണ്ടാമതെന്ന് പറയുന്നത് വെള്ളയീർപ്പം തട്ടാതിരിക്കാനാണ്. ഇതിനകത്തോട്ട് ഇനി വെള്ളം വീണ് കഴിഞ്ഞ് ഈ വളർന്നു വരുന്ന കോളിഫ്ലവർ അഴുകിപ്പോവുക അല്ലെങ്കിൽ പുഴു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ കോളിഫ്ലവറിനാണെങ്കിലും ക്യാബേജിനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ അമ്മ മെയിനായിട്ട് ഇതിനകത്ത് നോക്കിയത് കേട്ടോ. ഇനി കോളിഫ്ലവർ വാങ്ങാൻ കടയിൽ പോകണമെന്നൊന്നുമില്ല. നമുക്കും ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലും വിഷരഹിതമായിട്ടുള്ള കോളിഫ്ലവർ വിളവെടുക്കാൻ പറ്റും. വലുതും ചെറുതുമായിട്ട് അത്യാവശ്യം നല്ലൊരു കോളിഫ്ലവർ വിളവെടുപ്പ് ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലും നടന്നു കേട്ടോ. ക്യാബേജിൻ്റെ വിളവെടുപ്പ് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. പൂ വരുമ്പോൾ കെട്ടുന്ന കെട്ട് പിന്നെ നമ്മൾ വിളവെടുക്കാൻ സമയത്താണ് കേട്ടോ അഴിക്കുന്നത്. നിങ്ങൾക്ക് അമ്മ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും അമ്മയുടെ മുഖത്തുള്ള സന്തോഷം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അമ്മയുടെ ഈ സന്തോഷത്തിന് വേണ്ടിയാണ് അമ്മ ഇത്രയും കൃഷി മട്ടുപ്പാവിൽ ചെയ്യുന്നതെന്ന് കേട്ടോ. നമുക്ക് നമ്മുടെ മട്ടുപ്പാവിൽ വളരെ കുറച്ച് കൃഷിയാണുള്ളത്. എന്നാലും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും മട്ടുപ്പാവിൽ അമ്മ കൃഷി ചെയ്യാൻ മടിക്കാറില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്